അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, നമ്മുടെ വിശുദ്ധ സിയാറത്ത് 39ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ഈ സന്തോഷ മുഹൂർത്തത്തിൽ നമ്മുടെ നാട്ടിൽ ആന്ത്രോത്ത് ലക്ഷദ്വീപിൽ ഞങ്ങൾ ദർസും സലാത്തെല്ലാം നടത്തി കൊറോണ മുഖാന്തരം അത് നഷ്ടപ്പെടുകയും ചെയ്തു. അതിനെല്ലാം മുൻനിരയിൽ പ്രവർത്തിച്ച് ഞങ്ങൾക്ക് മാതൃക കാട്ടിയ ബഹുമാനപ്പെട്ട സയ്യിദ് ഉമർ എന്ന് ഞങ്ങൾ സൂചിപ്പിക്കുന്ന സയ്യിദന്മാരുടെ നേതാവ്, ഉമറാക്കളുടെ നേതാവ് ബഹുമാനപ്പെട്ട സയ്യിദ് കോയാത്തങ്ങൾ നിങ്ങളുടെ രണ്ട് വാക്ക് പറയാൻ വേണ്ടി അവരെ ഞാൻ ക്ഷണിച്ചു കൊള്ളുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട ബാഹർ ഉസ്താദ് നടത്തി വരുന്ന സലാത്ത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട സംഗതികളൊക്കെ അറിയിക്കുന്നുണ്ട്. നമ്മുടെ സലാത്തിൻ്റെ തുടക്കം നമ്മുടെ ദീനാണ്. അതായത് നമ്മുടെ മദീനയിൽ നിന്നും സിയാറത്ത് ടൂർ മദീനയിൽ നിന്നാണ് നമുക്കിവിടെ എത്തുന്നത്. ഉബൈദുല്ലാഹി തങ്ങൾ റസൂലുള്ളാഹിൻ്റെ നിർദ്ദേശപ്രകാരം, സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശപ്രകാരം അന്നത്തെ രീതിയിലുള്ള യാത്രയിൽ വന്ന് നമ്മുടെ പല പ്രതിബന്ധങ്ങളും തരണം ചെയ്ത് നമ്മുടെ നാട്ടിലെത്തുകയും അവിടെ തോട്ടത്തിലുള്ള പള്ളിയിൽ ഇരിക്കുകയും ചെയ്തു. അതുമുതൽക്കാണ് നമ്മുടെ ദീനും നമ്മുടെ വെളിച്ചവും നമുക്ക് കിട്ടുന്നത്. അതിനെപ്പറ്റിയാണ് നാം നമ്മുടെ സലാത്തിൽ നിന്നും പഠിക്കാനുള്ളത് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സംരംഭം വളരെ ഹൈറായ വഴിയിലും വളരെ നല്ല വഴിയിലും എത്തിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി ഈ സംഗതിക്ക് ആരംഭിക്കാം നമുക്ക്. പ്രിയപ്പെട്ട ഉസ്താദ്, അൽഹംദുലില്ലാഹ് 10 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഈ വിശുദ്ധ സിയാറത്തിന് നിയന്ത്രണത്വം നൽകിയത് മാത്രമല്ല, അതിനുവേണ്ടിയുള്ള ഗാനം പാട്ടടക്കം ഉണ്ടാക്കി ഞങ്ങളെ സന്തോഷിപ്പിച്ചു. റമദാൻ മുഴുവൻ പ്രസംഗത്തോടു കൂടെ പുത്തം ആശയക്കാർക്ക് മറുപടി കൂടി കൊടുത്ത് ഉസ്താദ് ഞങ്ങളെ സന്തോഷിപ്പിച്ചു തന്നു. അൽഹംദുലില്ലാഹ്, 39ാം വർഷത്തിലേക്ക് കാലെടുത്തു വെക്കുമ്പോൾ വന്യരായ ഉസ്താദ് ഞങ്ങളുടെ മുമ്പിലേക്ക് ഹാജരായി. അൽഹംദുലില്ലാഹ്, ഉസ്താദിനെ അതിനുവേണ്ടി ഞാൻ ക്ഷണിക്കുന്നു. അതിനെക്കുറിച്ച് പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹമുള്ളവരെ, ആന്ത്രോത്ത് ദ്വീപിലാണ്, അതായത് ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ദ്വീപായ ആന്ത്രോത്ത് ദ്വീപാണ്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ആത്മീയപരമായി നല്ല രീതിയിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഭൂമികയും കൂടിയാണ് ആന്ത്രോത്ത് എന്ന് പറയുന്ന ദ്വീപ്. ഏകദേശം 8 വർഷം മുമ്പാണ് ഞാൻ ആദ്യമായി ഇവിടെ ചെന്നെത്തുന്നതും പല രീതിയിലും അൽഹംദുലില്ലാഹ് നമ്മുടെ അഹ്ലുസുന്ന വൽ ജമാഅയുമായി ബന്ധപ്പെട്ട പല രീതിയിലുള്ള പ്രവർത്തനങ്ങളിൽ വ്യാപൃതനാവാൻ അള്ളാഹു തൗഫീഖ് നൽകി. ആ പഴയ ബന്ധങ്ങളും സ്നേഹബന്ധങ്ങളെല്ലാം ഒന്നുകൂടി പുതുക്കാൻ വേണ്ടിയാണ് ഇപ്രാവശ്യത്തെ എൻ്റെ യാത്ര. അപ്പോൾ ഇവിടെ 25ാം രാവിലെ നടക്കുന്ന സിയാറത്ത് യാത്ര പല രീതിയിലും നമ്മുടെ അഹ്ലുസുന്ന വൽ ജമാഅത്തിൻ്റെ സുന്നി സംഘടനകളുടെ പല സിയാറത്ത് യാത്രകളും നടക്കാറുണ്ട്. അപ്പോൾ എല്ലാ യാത്രകളിലും നമ്മളെല്ലാവരും പങ്കെടുക്കണം. സിയാറത്ത് എന്ന് പറയുന്നത് ഒരു സുന്നിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആത്മീയപരമായ ഒരുപാട് ഫലം അവർക്ക് ലഭിക്കുന്നതാണ്. പ്രത്യേകമായി മഹാന്മാരുടെ ചാരത്ത് പോകുമ്പോൾ അവർ ജീവിച്ചിരിക്കുന്നവരായാലും അവർ അവരുടെ മരണാനന്തര ജീവിതത്തിലാണെങ്കിലും അവരുടെ മദദ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും എന്നതാണ് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചത്. അതുകൊണ്ട് പരമാവധി ഇങ്ങനെയുള്ള സിയാറത്ത് യാത്രകളിലെല്ലാം അഹ്ലുസുന്ന വൽ ജമാഅത്തിൻ്റെ സുന്നി ലേബലിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ആരൊക്കെയുണ്ടോ അവരെല്ലാവരെയും സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മളെല്ലാവരും ഒന്നിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള ആത്മീയ പരിപാടികളിൽ പങ്കെടുക്കുക. ആത്മീയ ചൂഷകന്മാരെയും അതുപോലെ ബിദ്അത്തിന്റെ കക്ഷികളെല്ലാം അകറ്റിക്കൊണ്ട് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ വിജയ പതാക നമ്മുടെ നാട്ടിൽ പാറി പറക്കണം. അതിനെല്ലാവരും ഒരുമയോടെ കൈകോർത്ത് ഇങ്ങനെയുള്ള ആത്മീയ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങളിൽ ഒരുമിച്ച് കൊണ്ട് നമുക്ക് മുന്നേറാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, നമ്മുടെ ആന്ധ്രത്തിലെ ഏറ്റവും വലിയ പ്രമുഖ നേതാവും സയ്യിദുമായ ബഹുമാനപ്പെട്ട സയ്യിദ് കോയ തങ്ങൾ നമ്മുടെ അഭിമുഖം നടത്തി തന്നു. അൽഹംദുലില്ലാഹ്, അവർക്ക് അള്ളാഹു ആഫിയത്തും ഹിമ്മത്തും ശക്തിയും അള്ളാഹു നൽകുമാറാകട്ടെ. നമുക്ക് വീണ് കിട്ടിയ ബഹുമാനപ്പെട്ട ഹൈദരാമാനി ഉസ്താദ്, അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ എല്ലാ മേഖലയിലും അള്ളാഹു ബർക്കത്തും നിഅമത്തും നൽകുമാറാകട്ടെ. 1994 ഒരു റമളാനിലാണ് നമ്മുടെ വിശുദ്ധ സിയാറത്ത് സ്ഥാപിച്ചത്. ഇത് സ്ഥാപിക്കുമ്പോൾ എനിക്ക് പറയാനുള്ള ഒരു സംഭവം, കുട്ടിൻ്റെ അകത്തുള്ള വസുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളെ ഹൽഭാഗം വന്നപ്പോൾ നമ്മളെല്ലാവരും ഉസ്താദാകുന്ന ബഹുമാനപ്പെട്ട ഉസ്താദുൽ അസാത്തിദി ബഹറുൽ ഉലമ ഒക്കെ സയ്യിദ് കുട്ടി മുസ്ലിയാർ മഖ്ദൂമി റളിയല്ലാഹു തആല അൻഹു, സുൽത്താനുൽ ഉലമ എബി ഉസ്താദിനെയും എല്ലാവരെയും ഉസ്താദാണ് ബഹുമാനപ്പെട്ടവർ. ബോസോട് തങ്ങളെ ഉസ്താദാണ്. ബോസോട് തങ്ങളാണ് ആദ്യമായി ഈ സിയാറത്തിന് വേണ്ടി ഈ നാട്ടിൽ വരുന്ന സമയത്ത് ആ കാലത്ത് ഒറ്റക്കൊറ്റക്ക മക്കബറി സിയാർത്തിനായിട്ട് ബഹുമാനപ്പെട്ടവർ കണ്ടപ്പോൾ എന്നെ കൂടെ പറഞ്ഞ് ഒരു കൂട്ടമായി സിയാർത്ത് നടത്തുന്ന പരിപാടി നമുക്ക് ഇവിടെ സ്ഥാപിക്കണം പോലെ എന്ന് പറഞ്ഞു. അങ്ങനെ ബഹുമാനപ്പെട്ട ഉസ്താദ് ശിഷ്യനാവുന്ന ഹംസക്കോയ വാക്കബി ഒരു ദുആ എഴുതി തരുകയും ആ ദുആ വന്നരായ ശൈഖുന അബൂസോട് തങ്ങൾ നോക്കുകയും അതുകൊണ്ട് വടക്ക് പോയതാണ് ബഹുമാനപ്പെട്ട ഉസ്താദുൽ അസാദിർ ഓക്കെ സയ്യിദ് മുസ്ലിയാർ മഖ്ദൂമി റളിയല്ലാഹു തആല ആന്ധ്രത്തിലേക്ക് പോയി. അവരാണ് അതിനുള്ള ഭംഗി ആ ദുആയ്ക്ക് മുമ്പിൽ പിമ്പുള്ള ദിക്റൊക്കെ നമുക്ക് പറഞ്ഞു തന്നുകൊണ്ട് നമ്മെ സന്തോഷിപ്പിച്ച് പിന്നെ പറയുന്ന വാക്കാണ്, എൻ്റെ ഉപ്പാപ്പ ഇരുന്ന സ്ഥലത്ത് തുടങ്ങണം. അതാരാണ്? ബഹുമാനപ്പെട്ട ഇമാമിൽ മുഅല്ലമിൽ ഇമാം ഖൈറുദ്ദാബിഹി വനായിബ് റസൂൽ മുമ്പ് മൗല ഉബൈദുല്ലാഹി ബിൻ മുഹമ്മദ് ബിൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ബഹുമാനപ്പെട്ടവരാണ്. അവർ ആദ്യമായി ഈ സുജൂദ് ചെയ്ത സ്ഥലത്ത് നിന്നുകൊണ്ടാണ് ആ വിശുദ്ധ സിയാറത്ത് റമളാൻ 24 ളുഹർ നിസ്കാരാനന്തരം അത് ആരംഭിച്ച് റമളാൻ 25 രാവ് സുബ് അടുത്ത് നിർത്തുന്നൊരു അൽഹംദുലില്ലാഹ് ഇതുവരെ ഒരു കോട്ടവുമില്ലാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് നടത്തി തന്നു. അതിന് ഫലമായി പല പ്രവർത്തനത്തിൽ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല സഹായവും എല്ലാം നമ്മെ സഹായിച്ചിട്ടുണ്ട്. ഇനിയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാൾ വരെ നമ്മുടെ മക്കളെ പരമ്പര അത് കൊണ്ടുനടക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞായറാഴ്ച ളുഹർ നിസ്കാരം ആരംഭിക്കുന്നത് തിങ്കളാഴ്ച രാത്രി അവസാനിക്കുന്ന ഈ വിശുദ്ധ സിയാറത്തിന് എല്ലാവരും പുണ്യം കരസ്ഥമാക്കാൻ എല്ലാവരും എത്തിച്ചേരണമെന്നും പറഞ്ഞുകൊണ്ട് എന്നെ വിഷയം ഇവിടെ നിർത്തുന്നു. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്, ഈ നല്ല മുഹൂർത്തത്തിൽ ഈ 2 മഹാന്മാരെ നമുക്ക് കിട്ടിയത് അള്ളാഹു എല്ലാ നിലക്കും സന്തോഷമാകുന്നു. എല്ലാ നിലക്കും അള്ളാഹു ഈ 2 പേർക്കും അള്ളാഹു എല്ലാ നിലക്കും ആരോഗ്യം ഹിമ്മത്തും അവരെ ഭാര്യ മക്കൾ എല്ലാവർക്കും അള്ളാഹു ബർക്കത്തും നിഅമത്തും നൽകുമാറാകട്ടെ. ഈ സിയാറത്ത് മുൻകാലങ്ങളിൽ നമ്മൾ നേതൃത്വം ചെയ്ത ബഹുമാനപ്പെട്ട ശൈഖുന സയ്യിദ് ബുർഹാനുദ്ദീൻ തങ്ങൾ നവറല്ലാഹു മർക്കദഹു, അതേപോലെ ശൈഖുന BP ആറ്റക്കോയ തങ്ങൾ നവറല്ലാഹു മർക്കദഹു, അതുപോലെ സയ്യിദ് ഫളൽ ബൂക്കുകോയ തങ്ങൾ നവറല്ലാഹു മർക്കദഹു, ഇതെല്ലാം ഇവിടെ വന്നുകൊണ്ട് ഈ കുഞ്ഞുമക്കളിൽ നിന്ന് പുറപ്പെടുമ്പോൾ നമുക്ക് വേണ്ടി എല്ലാ നിലക്കും ഉപദേശം നൽകിക്കൊണ്ട് സന്തോഷത്തോടെ ഞങ്ങളെ യാത്രയാക്കുന്ന മഹാൻ. അതിൽ ഒരാളാണ് ഇപ്പൊ ജീവിച്ചിരിപ്പുള്ള ബഹുമാനപ്പെട്ട സയ്യിദ് ഉമർ എന്ന് വിശേഷിപ്പിക്കുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് കോയ തങ്ങളാണ് ഇപ്പോൾ അത് ഇവിടെ ജീവിച്ചിരിപ്പിക്കുള്ളൂ. അവരാണ് നിങ്ങൾ അഭിമുഖം നടത്തി. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ നിലക്കും അവർക്ക് അള്ളാഹു ഇനി നമുക്ക് ഇതേപോലെ ഒരു അഭിമുഖം നടത്തുവാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാവരും റമളാൻ 24 ളുഹർ നിസ്കാരം ഞായറാഴ്ചയ്ക്ക് ക്ഷണിച്ചുകൊണ്ട് എൻ്റെ ഈ സംസാരം നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.